നമസ്കാരം. മാനിഫെസ്റ്റേഷൻ ഡേ ചലഞ്ച് 10 ആണെന്ന് 10 ദിവസം ആയിട്ട് നമ്മളിത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തുന്ന നമ്മളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ചില ഫയലുകളെ ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ചെയ്യുന്നത്, ഫോർഗീവ്നെസ് ടെക്നിക്ക്. ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ മുന്നേ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻ സഹായിക്കുന്നതിനുള്ള ക്വിക്ക് ഐഡിയാസാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കംഫർട്ടബിളായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കുക. എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക, ഫോണൊക്കെ ഒഴിവാക്കി റിലാക്സായി മുഖമൊക്കെ കഴുകുന്നു, ഫ്രഷ് ആയിട്ട് ഇരുന്നതിന് ശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ആവുക. തനിച്ച് മാത്രമാണ് റൂമിലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ ജീവിതമാണ്, അപ്പോൾ മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ടും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. മനഃപൂർവ്വവും അല്ലാതെയൊക്കെ തെറ്റുകൾ സംഭവിക്കും. ഈ തെറ്റുകൾ ചെയ്ത മനുഷ്യരൊക്കെ മനസ്സിൽ ഓർക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ അവരോടൊക്കെ മാപ്പ് ചോദിക്കുക. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഈ തെറ്റുകൾ എന്നോട് പൊറുക്കണം, അങ്ങനത്തെ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. അങ്ങനെ വ്യക്തികളെ ഓരോ വ്യക്തികളെയും ഓർത്ത്, അല്ലെങ്കിൽ മുഖങ്ങൾ പരിചയമില്ലെങ്കിൽ കോമൺ ആയിട്ട് കുറേ ആൾക്കാരെ കണ്ടുകൊണ്ടും ഇത് ഈ ആക്ടിവിറ്റി ചെയ്യാം. പക്ഷേ ഏറ്റവും പവർഫുൾ ആവുന്നത് നമ്മുടെ മനസ്സിൽ ഒരാളെ ഓർമ്മ വരും. ആ ഓർമ്മ വരുന്ന ആൾക്കാരെ മുഴുവൻ അവരോടൊക്കെ ക്ഷമ ചോദിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ തെറ്റ് ചെയ്തു, നമ്മളതിന് മാപ്പ് ചോദിക്കും. അതുപോലെ നമ്മളോട് തെറ്റ് ചെയ്തവരുണ്ടാവും, അതും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ അവരോടുള്ള പകയും വിദ്വേഷമൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ അവരോട് വേദനകൾ, അവരങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ഒരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതൊക്കെ മറക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ അത് നമ്മളെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്തവരോട്, നമ്മളോട് തെറ്റ് ചെയ്തവരോടൊക്കെ നിരുപാധികം അവർക്ക് മാപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരുന്നു, ഞാനിനി നിങ്ങളോടുള്ള പക എൻ്റെ മനസ്സ് സൂക്ഷിക്കുന്നില്ല, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, എന്തായാലും ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു. ഇങ്ങനെ ഈ രണ്ട് കാര്യവും, നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കാനും നമ്മൾ വേദനിപ്പിച്ചവരോട് മാപ്പ് ചോദിക്കാനും പറ്റുന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമായി, നമ്മളുടെ ഭാരം കുറഞ്ഞു, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം ഈസിയായി. പിന്നെ മാനിഫെസ്റ്റേഷൻ വളരെ ക്വിക്കാവില്ലേ?